കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണോ അതോ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾക്കോ അല്ലെങ്കിൽ ചെറിയ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണോ നല്ലത്? അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കാലം നോക്കുകയാണെങ്കിൽ അത് കുറച്ച് സേഫാണ്. കാരണം പ്രോജക്റ്റ് കുറേ ഇല്ലെങ്കിലും കുറേ നാളത്തേക്കൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ എവിടെന്നെങ്കിലുമൊക്കെ പ്രോജക്റ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വരും. പക്ഷേ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ചെറിയൊരു ഭാഗമാണെന്നുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺട്രോൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരുപാട് പേരുണ്ടാവും. മാനേജേഴ്സ് നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മറുപടി തരാൻ റെഡി ആവണം. ബിക്കോസ് ഇറ്റ് ഈസ് ഒരു സിസ്റ്റം ഡ്രിവണോ അല്ലെങ്കിൽ പ്രോസസ്സ് ഡ്രിവണോ സിസ്റ്റം ആയിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിലേക്കും ആക്സസ് ഉണ്ടാവും. കമ്പനികളിൽ നിങ്ങൾക്ക് മാനേജറായിട്ട് ആക്ട് ചെയ്യാം, നിങ്ങൾ HR നേരിട്ട് സംസാരിക്കാം, സെർവർ റൂമിൽ കയറാം, നിങ്ങൾക്ക് ഫിനാൻസ് മാനേജറോട് സംസാരിക്കാം, നിങ്ങൾക്ക് ആൾക്കാരെ എല്ലാം നേരിട്ട് അറിയാൻ പറ്റും. നെറ്റ്വർക്ക് ഉണ്ടാവും, മറ്റേത് അത്ര ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാത്തിലും കയറി കൈകടത്താനും ട്രയൽ ആൻഡ് എററിന് ഒരുപാട് സമയമുണ്ട്. ആരും ഒന്നും പറയില്ല. പോയാൽ തന്നെയും ചിലപ്പോൾ ചെറിയൊരു നഷ്ടം ഉണ്ടാവുള്ളൂ. മറ്റേടത്ത് അങ്ങനെയല്ല. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം അതൊന്നുമല്ല, അതിലേക്ക് ജോലിക്ക് കയറുക എന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിൽ സ്റ്റാർട്ടപ്പുകളിലൊക്കെ ചെറിയ കമ്പനികളിലൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റിടത്താണെങ്കിൽ കുറേ ലെവൽസ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടാവും. വൺസ് ചെറിയ കമ്പനികളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. സോ പ്രോജക്റ്റ് പോയാലും വന്നാലും നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ കോർപ്പറേറ്റുകളിൽ നിങ്ങളെ അസൈൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് വേണ്ടി മാത്രമായിരിക്കും. പേറോളാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ബെഞ്ചിലിരിക്കും. പിന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് പിന്നെ നിങ്ങൾ അടുത്ത ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഈ കോർപ്പറേറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വൺസ് ഇൻ്റർവ്യൂ ചെയ്ത് അകത്ത് കയറിയാൽ തന്നെ വീണ്ടും ഇൻ്റർവ്യൂസ് ഉണ്ട്. പ്രോജക്റ്റുകളിലേക്ക് കയറണമെങ്കിൽ ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ആണ്, കുറേ വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അടുത്ത പ്രോജക്റ്റിൽ പുതിയതാണെങ്കിൽ നിങ്ങൾ ഫ്രഷറായിട്ടായിരിക്കും കയറുക. കാരണം ആ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് വേറെ ആയിരിക്കും, ടെക്നോളജി വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട കുറച്ച് സ്കില്ലുണ്ട്. ആ സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു പോഡ്കാസ്റ്റ് വെക്കുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞുതരാം എന്താണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വൈകുന്നേരം 7:30 ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സീ യു ദേർ.